الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള തഖ്വയുള്ള ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച ഏതൊരു പ്രവാചകനും വളരെ ശക്തമായി പിന്തുണക്കുന്ന അനുയായികളെ, അനുചരന്മാരെ നൽകിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അഥവാ സ്വഹാബികൾ ഏറ്റവും ശക്തമായി പ്രവാചകനെ സ്നേഹിക്കുകയും പിൻപറ്റുകയും പിന്തുണക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു എന്നത് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ അത് പലവരും ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ജീവിതം അടുത്തറിയുവാൻ സാധിക്കുന്ന ആർക്കും അത് ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച് സത്യവിശ്വാസം സ്വീകരിച്ച് പ്രവാചകനെ പിന്തുണക്കുവാൻ സാധിച്ച സ്വഹാബത്തിനെ അറിയുന്ന ആർക്കും ആ പ്രവാചകനോട് അവർക്കുണ്ടായിരുന്ന സ്നേഹവും ആദരവും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത വിധം സ്പഷ്ടമാണ്.
ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കാന ശദീദൽ ഹുബ്ബി ലഹു ഖലീല സ്വബ്രി അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. നബി തിരുമേനിയെ കാണാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് തന്റെ വീട്ടിലോ ജോലി തിരക്കുകളോ ആണെങ്കിൽ പോലും നബിയെ ഒന്ന് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പണിയെല്ലാം അവിടെ ഇട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണ് നിറയെ നോക്കിക്കണ്ട് കുശലാന്വേഷണങ്ങൾ നടത്തി തിരിച്ചു പോവുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഒരു ചിന്ത വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അതായത്, താൻ മരിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടു കൂട്ടരും സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയില്ലല്ലോ. ദുനിയാവിൽ വെച്ച് കണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിച്ച തനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെത്തി, ഞാനും സ്വർഗത്തിലേക്ക് എത്തിയാൽ പ്രവാചകൻ എത്രയോ ഉന്നതമായ പദവിയിലായിരിക്കും അമ്പിയാക്കന്മാരുടെ കൂടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ കാണും എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടുകയും അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന്റെ ശരീരം മെലിഞ്ഞൊട്ടി, സങ്കടം മുഖത്ത് പ്രകടമായി, എന്തോ വല്ലാത്തൊരു ദുരന്തം ബാധിച്ചതുപോലെ. നഹല ജിസ്മുഹു യുഅറഫു ഫീ വജ്ഹിഹിൽ ഹുസ്ൻ. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സങ്കടം തളം കെട്ടി നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ കാര്യം അന്വേഷിച്ചു. രോഗം വല്ലതുമാണോ എന്ന് തിരക്കി. അപ്പോ അദ്ദേഹം പറഞ്ഞത്, യാ റസൂലല്ലാഹ് മാ ബി ദുർറുൻ വലാ വജ്ഉൻ, എനിക്ക് രോഗസംബന്ധമായ ഒന്നുമില്ല. വൈറ അന്നി ഇദാ ലം അറക ഇഷ്തഖ്തു ഇലൈക, പക്ഷേ എന്നെ അലട്ടുന്ന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ വെച്ച് അങ്ങയെ കാണണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഓടിയെത്തുവാൻ സാധിക്കുമായിരുന്നു. നേരെ മറിച്ച് ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ വ അഖാഫു അല്ലാ അറാക ഹുനാക, അവിടെ വെച്ച് അങ്ങയെ എനിക്ക് കാണാൻ കഴിയില്ല എന്നൊരു സങ്കടം, ഒരു ഭീതി എനിക്കുണ്ട്. കാരണം താങ്കൾ പ്രവാചകന്മാരുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലായിരിക്കും. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ അതിനോളം എത്രയോ താഴെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ തേങ്ങലും വിഷമവും പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു എന്നാണ്. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഫഅൻസലല്ലാഹു തആല, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു ഇറക്കിയത്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും ഇതിന് സമാനമായ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ മിക്കവാറും സ്വഹാബികളുടെ മൊത്തം ഒരു രീതിയായിട്ടാണ് ഈ ഒരു സംഭവത്തെ, ഈ ഒരു വികാരത്തെ പങ്കുവെക്കുന്നത്. അള്ളാഹു അവതരിപ്പിച്ച ആയത്ത് ആശ്വാസത്തിന്റെ വചനമാണ്. വമൻ യുതഇല്ലാഹ വറസൂൽ, ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് അനുസരിക്കുന്നുവോ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അള്ളാഹുവിനെ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉപദേശ നിർദ്ദേശങ്ങളെ പരിഗണിച്ച് ആര് ജീവിക്കുന്നുവോ അവർ ഒരിക്കലും പരലോകത്ത് പ്രവാചകനെ കണ്ടുമുട്ടുകയില്ല എന്ന് സങ്കടപ്പെടേണ്ടതില്ല. മറിച്ച് അവരെല്ലാവരും ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു നിഅമത്ത് ചെയ്ത, അള്ളാഹ് അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ തന്നെ അവർക്കുമുണ്ട് സ്ഥാനം. വഹസുന ഉലൈക റഫീഖ, അത് എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് ഖുർആൻ അവിടെ പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ചതിന്റെ എമ്പാടും ഉദാഹരണങ്ങൾ ഇനിയും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയാത്ത ആളുകൾ, താബിഈങ്ങളായ പിന്നീടുള്ള ആളുകളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാന വല്ലാഹി, പടച്ചവൻ തന്നെയാണ് സത്യം,
അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ, ആ പ്രവാചകൻ ഞങ്ങളുടെ സമ്പത്തിനേക്കാളും സന്താനങ്ങളെക്കാളും വ ആബാഇനാ വ ഉമ്മഹാത്തിനാ, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഒക്കെ ഞങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു. വ മിനൽ മാഇൽ ബാരിദി അലൽ ലമ, ദാഹിച്ച് വലഞ്ഞ് ഒരു ദാഹജലത്തിന് വേണ്ടി ദാഹിച്ച് ക്ഷീണിച്ച് കുഴങ്ങി വരുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ തണുത്ത വെള്ളം കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും? ആ വെള്ളത്തിന് കൽപ്പിക്കുന്ന വിലയേക്കാൾ ഞങ്ങൾക്ക് പ്രവാചകനോട് ഉണ്ടായിരുന്നു എന്നത്, ദാഹജലത്തേക്കാൾ ജീവജലത്തേക്കാൾ പ്രവാചക തിരുമേനിയോട് സ്വഹാബത്തായ ഞങ്ങൾക്ക് സ്നേഹമുണ്ടായിരുന്നു എന്നതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ഖുറൈശികളുടെ അടുക്കൽ ഉർവത്ത് ബിൻ മസ്ഊദ്, അദ്ദേഹം ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികളുടെ എഴുത്തുകാരനായി എഴുത്തുകുത്തുകൾ നടത്തുവാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ അദ്ദേഹം മുസ്ലിമായിട്ടില്ല ആ സന്ദർഭം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ സ്നേഹപ്രകടനം കണ്ടുകൊണ്ട് ഖുറൈശികളുടെ അടുക്കൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ വചനം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഖുറൈശി പ്രമാണിമാരെ നോക്കിക്കൊണ്ട് അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്ക്, പടച്ചവൻ തന്നെയാണ് സത്യം, നിരവധി രാജാക്കന്മാരുടെ അടുക്കൽ, ചക്രവർത്തിമാരുടെ ദർബാറുകളിൽ, കൊട്ടാരങ്ങളിൽ ഞാൻ ഡെലിഗേറ്റ് ആയി പോയിട്ടുണ്ട്, പ്രതിനിധിയായി പോയിട്ടുണ്ട്. വഫത്തു അലാ ഖൈസർ വകിസറ, റോമിന്റെയും പേർഷ്യയുടെയും രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ അടുക്കലേക്ക് ഞാൻ പോയിട്ടുണ്ട്. വൻ നജ്ജാഷി, എത്യോപ്യയിലെ രാജാവിന്റെ അടുക്കലേക്കും, അന്ന് ലോകത്തറിയപ്പെടുന്ന ഏറ്റവും വലിയ കൊലകൊമ്പന്മാരായ രാഷ്ട്രത്തിന്റെ തലവന്മാരായിരുന്നു ഇവരൊക്കെ, അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ പടച്ചവനാണ് സത്യം. മാ റഅയ്തു മലീകൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു കമാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ അനുചരന്മാർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ ഒരു രാജാവിനെയും ഒരു നേതാവിനെയും ഒരാളും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പടച്ചവൻ സാക്ഷി ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ അവരുടെ രീതിയിലുള്ള സ്വഹാബത്തിന്റെ ശരിയായ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചവരായിരുന്നു. അവരുടെ കൈകളിലുള്ളതെല്ലാം, അത് സമ്പത്തായിരുന്നാലും സന്താനങ്ങളായിരുന്നാലും നാടും വീടും സൗകര്യങ്ങളും ഒക്കെ പടച്ച റബ്ബിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കനുസരിച്ച് സമർപ്പിക്കുവാൻ തയ്യാറായ ആളുകളാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരുടെ ജീവനും രക്തവും വരെയും ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹാബത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, വസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബികളിൽ ഒരാളെ പോലും മോശക്കാരനായി നമ്മൾ കാണേണ്ടതില്ല. അള്ളാഹു സർട്ടിഫൈ ചെയ്ത സത്യസന്ധന്മാരായ നീതിയുക്തരായ ആളുകളായിരുന്നു. ഇന്ദ അഹ്ലി സുന്നത്തി വൽ ജമാഅ, ഷിയാക്കളിൽ നിന്ന് വ്യത്യസ്തമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഒരാളെ പോലും ആരെങ്കിലും മോശമായി കാണുന്നുവെങ്കിൽ അവന്റെ ഈമാനിലും ദീനിലും നിങ്ങൾ സംശയിക്കണം എന്നാണ് ഇസ്ലാമിക ലോകത്തെ ഇമാമികൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ലിമാ അസ്നല്ലാഹു അലൈഹിം ഫീ കിതാബിഹിൽ അസീസ്, ഏറ്റവും വലിയ അംഗീകാരം പടച്ച റബ്ബ് അവന്റെ ഖുർആനിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ സ്വഹാബത്തിനെ അങ്ങേയറ്റം വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വബിമാ നതഖത് ബിഹി സുന്നത്തുൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പരിശോധിച്ചാലും അവരെ പ്രശംസിക്കുന്ന, അവരെ പുകഴ്ത്തുന്ന ധാരാളം പ്രയോഗങ്ങളും പരാമർശങ്ങളും കാണുവാൻ സാധിക്കും. ഫിൽ മദ്ഹി ലഹും ഫീ ജമീഇ അഖ്ലാഖിഹിം വഅഫ്ആലിഹിം, അവരുടെ വാക്കുകളും പ്രവൃത്തികളും സ്വഭാവങ്ങളും ഒക്കെ വിശിഷ്ടമാണ് എന്ന് പ്രശംസിച്ചു പറഞ്ഞ നബിവചനങ്ങളും ഖുർആനിന്റെ ആയത്തുകളും കാണാം. മാത്രമല്ല, മൂന്നാമതായി വമാ ബദലൂഹു മിനൽ അംവാലി വൽ അർവാഹ് ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവാചക തിരുമേനിക്ക് എന്തെങ്കിലും രോമത്തിനെങ്കിലും പോറലേൽക്കുമെന്ന് കണ്ടാൽ അവർ ഉറക്കമൊഴിച്ച് ഭക്ഷണം വേണ്ട എന്ന് വെച്ച് ജീവൻ ബലിയർപ്പിച്ച് അവരുടെ കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ചുകൊണ്ട് കാവൽ നിൽക്കുമായിരുന്നു. അവർ റഗ്ബത്തൻ ഫീമാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കലുള്ള സ്നേഹം കിട്ടാൻ, പടച്ച റബ്ബിന്റെ സ്വർഗം കിട്ടാൻ അത്രമാത്രം അവർ കൊതിച്ചിരുന്നു. മിനസ് സവാബിൽ ജസീൽ വൽ ജസാഇൽ ജമീൽ, പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലവും
അള്ളാഹുവിന്റെ സുന്ദരമായ വാഗ്ദാനങ്ങളുമൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി അവർ അക്ഷരാർത്ഥത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയുണ്ടായി. അവരെ പിൻപറ്റുവാനാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗം വ്യക്തമായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നതാണ് എന്ന് വ്യക്തമായതിനു ശേഷം ആരെങ്കിലും ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് എതിരിൽ സഞ്ചരിച്ചാൽ തീർന്നില്ല, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത വഴി പിൻപറ്റുകയും ചെയ്താൽ. അവിടെ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്താണ് ഒന്നാമതായി വരിക എന്ന വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾക്ക് പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് അള്ളാഹു പറഞ്ഞതൊക്കെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന സ്വഹാബത്താണ് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ആദ്യമായി വരിക. അവരുടെ വഴി തെറ്റി അതല്ലാത്ത വേറൊരു മാർഗം ആരെങ്കിലും പിൻപറ്റി ജീവിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവർ പോകുന്ന വഴിക്ക് നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, കത്തിയാളെന്ന നരകത്തിലായിരിക്കും അവരുടെ സ്ഥാനം. വസാഅത്ത് മസീറ, അത് എത്ര മോശമായ മടക്കസ്ഥാനം എന്ന് ഖുർആൻ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. അപ്പൊ സ്വഹാബത്തിനെ അവഗണിക്കുവാൻ, അവഹേളിക്കുവാൻ, അവരെന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് ഒരു മോശമായ ചിന്തയോടുകൂടി നോക്കിക്കാണുവാൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. മാത്രമല്ല 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട നന്മയിൽ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനും വിശ്വാസവും ആദർശവുമായി കടന്നു വന്നപ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയ മുഹാജിറുകൾ, അൻസ്വാറുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരുടെ നന്മ തിരിച്ചറിഞ്ഞ് അവരെ അനുധാവനം ചെയ്ത ആളുകളും റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വേറെ ആരെല്ലാം അവരെ വെറുത്താലും അല്ലാഹുക്ക് അവരെ തൃപ്തിയാണ്. വറളൂ അൻഹു, അവർ അല്ലാഹുവിനെ കുറിച്ചും സംതൃപ്തരാണ്. ഇനി അതിലും വലിയ അംഗീകാരം എന്താണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, സമൂഹത്തിൽ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ചേരിതിരിവുകളും ഒക്കെ ഉണ്ടാകും. ജൂതന്മാർ 71 കക്ഷികളായി പിരിഞ്ഞതുപോലെ, ക്രൈസ്തവർ 72 വിഭാഗങ്ങളായി വേർപിരിഞ്ഞതുപോലെ, വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്തും 73 കക്ഷിയായി പിരിയുമെന്നാണ്. അവരെക്കാൾ ഒരുപടി ഭിന്നതയുടെ കാര്യത്തിൽ, അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യത്തിൽ എന്റെ ഉമ്മത്തുണ്ടാകും എന്ന വസ്തുത വരച്ചു കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം അടിവരയിട്ട് ഉണർത്തി. ആ സന്ദർഭത്തിൽ എന്റെ ഉമ്മത്തിലെ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉണ്ടാകണം എന്നല്ല പറഞ്ഞത്. 73-ൽ 72 തെറ്റിലൂടെ സഞ്ചരിക്കുന്നവരാണ്, നരകത്തിന്റെ വഴിയിലൂടെ നടന്നു നീങ്ങുന്നവരാണ്. ആ 72-ലും നിങ്ങൾ പെട്ടുപോകരുത്. ഏതിലാണ് നിങ്ങൾ പെടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗം, വിശ്വാസത്തിൽ, ആദർശത്തിൽ, ആചാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, എല്ലാറ്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ദുനിയാവിൽ ഒരുപക്ഷെ നമ്മളെ ആളുകൾ വിലമതിച്ചില്ല എന്ന് വന്നാൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് വിജയം ഉറപ്പാണ് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് കഴിഞ്ഞ ഖുത്ബയിൽ വിശദമായി നമ്മൾ പറഞ്ഞതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ അല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. സച്ചരിതരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ, സച്ചരിതരായ ഖലീഫമാരുടെ ചര്യയെയും നിങ്ങൾ അനുധാവനം ചെയ്യണം. അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. അതാണ് ശരിയുടെ പാത എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്? അവരിൽ ആരെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ഒരു ആചാരവും ആഘോഷവും സംഘടിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം ആ രീതിയിൽ നടത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നത് വ്യക്തമാണ്. ആഘോഷം പൊടിപൊടിക്കുന്ന ആളുകൾ തന്നെയും സമ്മതിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ താബിഈങ്ങളോ താബിഈങ്ങളോ ഒന്നും അങ്ങനെ ആചരിച്ചിട്ടില്ല. അത് ഹിജറ 300-ന് ശേഷം വന്നതാ എന്ന് കവിതയായും ഗദ്യമായും പദ്യമായും ഒക്കെ പറയുന്ന ആളുകൾ അതിന്റെ റഫറൻസ് കൂടി പറയുന്നുണ്ട്. ഇമാം സഖാവിയുടെ അൽ മവാഹിബുൽ, അദ്ദേഹത്തിന്റെ സീറത്തുൽ ഹലബിയയിൽ നോക്കണം എന്നാണ് അതിന്റെ റഫറൻസ് കൊടുത്തത്.
അഥവാ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഒക്കെ ഉത്തമമായ തലമുറക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ആചാരം കടന്നു വന്നതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനിടയിൽ 23 വർഷക്കാലം ജീവിച്ചു. അപ്പൊ ചുരുങ്ങിയത് 23 റബീഉൽ അവ്വൽ കടന്നു പോവുകയില്ല, വേണ്ട 22എങ്കിലും. ആ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു പുണ്യം വിശദീകരിച്ച് അതിന്റെ ഒരു മഹത്വം പറഞ്ഞുകൊടുത്ത് ആ ദിവസം ആചരിക്കേണ്ട ആദാബുകൾ, മര്യാദകൾ, സുന്നത്തുകൾ പഠിപ്പിക്കുന്ന ഒരു ദുർബലമായ ഹദീസ് പോലും ലോകത്തെവിടെയും ലഭ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും സ്പഷ്ടമായ സംഗതിയാണ്. എന്നാൽ 2 പെരുന്നാളിന്റെയും ദിവസം എന്തൊക്കെ സുന്നത്തുകളുണ്ട്, കുളിച്ച് നമ്മൾ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് പോകേണ്ടുന്ന സുന്നത്തുകൾ, അതിൽ പാലിക്കേണ്ട മര്യാദകൾ എല്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ, മലമൂത്ര വിസർജനത്തിനായി നമ്മൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളടക്കം ഒന്നും വിട്ടുകളയാതെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ആ മാസത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതയും പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അത് വിശദീകരിക്കാതിരിക്കുമോ? അത് സ്വഹാബത്ത് അറിയാതെയും ആചരിക്കാതെയും ഇരിക്കുമോ? ഇമാമിയങ്ങൾ പഠിപ്പിക്കാതിരിക്കുമോ? 4 ഖലീഫമാർ ഇസ്ലാമിക ലോകത്ത് നിരാക്ഷേപം 30 വർഷത്തോളം ഭരണം നടത്തി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷത്തിലധികം ഇസ്ലാമിക ഖിലാഫത്തിന്റെ നേതാവായ ഖലീഫയായിരുന്നു. അതിൽ 2 റബീഉൽ അവ്വൽ കടന്നു പോകുമായിരുന്നല്ലോ. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം ഇസ്ലാമിക ലോകത്തിന്റെ നായകനായി ഭരണം നടത്തിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 11-12 വർഷത്തോളം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 വർഷം, അങ്ങനെ ഏകദേശം 30 വർഷം ഇസ്ലാമിക ലോകത്ത് ഭിന്നതകളില്ലാതെ, ഛിദ്രതയില്ലാതെ ഒരു ഖിലാഫത്തിന് കീഴിൽ ഇസ്ലാമിക രാജ്യം എന്ന് പറയുവാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള ആ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലം കഴിയുമ്പോൾ എത്ര റബീഉൽ അവ്വലുകൾ കടന്നുപോയിട്ടുണ്ടാകും. എന്നിട്ട് അവരാരെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ആഘോഷം എന്ന പേരിൽ എന്തെങ്കിലും ചെയ്യുകയോ ആഘോഷിക്കുകയോ സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്ത ഒരു രേഖയും ലഭ്യമല്ല എന്നത് തിരിച്ചറിയുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച, പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച നന്മയുടെ ആളുകളുടെ വഴി എന്താണ് എന്ന് ഇനിയും സംശയിക്കുവാൻ യാതൊരു പഴുതുമില്ലാത്ത രീതിയിൽ ലൈലുഹാ കനഹാരിഹ, രാവ് പോലും പകലിന് സമാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിന്റെ എല്ലാ സ്പഷ്ടതയും വ്യക്തതയും ആ വിഷയത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. അവർക്ക് ശേഷവും സ്വഹാബത്തിന്റെ ശിഷ്യന്മാരായി താബിഈങ്ങൾ കടന്നു വന്നു. താബിഈങ്ങളുടെ ശിഷ്യന്മാരായ താബിഈങ്ങൾ കഴിഞ്ഞുപോയി. മദ്ഹബിന്റെ 4 ഇമാമിയങ്ങൾ, ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി, ഇമാം മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി, ഇമാം ദാരിൽ ഹിജ്റ, ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി. അഹ്ലുസുന്നയുടെ 4 തലയെടുപ്പുള്ള ഇമാമിയങ്ങളാണ്. അവർ 4 പേര് മാത്രമല്ല അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങളായിട്ടുള്ളത്. 100 കണക്കിന് ഇമാമിയങ്ങൾ വേറെയുമുണ്ട്. അവരാരും അവരുടെ കിതാബുകളിൽ എവിടെയും ഇപ്പറഞ്ഞ ഒരു ആഘോഷത്തിന്റെ, ഒരു ആചാരത്തിന്റെ, ഒരു അദബിന്റെ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു ജന്മദിന ആഘോഷത്തിന്റെ രീതി പഠിപ്പിച്ചിട്ടില്ല എന്നത് ഇന്നും കിതാബുകളുണ്ട്, ലഭ്യമാണ്, പരിശോധിക്കുവാൻ സാധിക്കുന്ന, ആർക്കും പരിശോധിക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. അവർക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. മറിച്ച് അവരാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്, പ്രവാചകനെ അനുസരിച്ചത്, അംഗീകരിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയിട്ടുണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീനിൽ പുതുനിർമ്മിതികളായി കടന്നു വരുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുണ്ട്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നാം പഠിപ്പിക്കാത്ത, നമ്മുടെ നിർദ്ദേശമില്ലാത്ത വല്ലതും ദീനിന്റെ ഭാഗമായി ആരെങ്കിലും ആചരിക്കുന്നുവെങ്കിൽ, പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് തള്ളിക്കളയണം, വലിച്ചെറിയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത്. മഹ്ശറയിൽ വരുമ്പോൾ ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി ആളുകൾ കൊതിച്ച് സൂര്യൻ തലക്ക് മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പവിത്രമായ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം മുക്കി കൊടുക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, ഉമ്മത്തിനെ സ്വീകരിക്കുവാൻ വേണ്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആകാംക്ഷയോടെ താല്പര്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മലക്കുകൾ തടയുകയാണ്. അവർ എന്റെ ഉമ്മത്തിലെ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയുമ്പോഴും മലക്കുകൾ പറയും, നിങ്ങൾക്കറിയില്ല പ്രവാചകരെ, താങ്കളുടെ കാലശേഷം താങ്കൾ പഠിപ്പിച്ച ദീനിന്റെ രൂപവും കോലവുമെല്ലാം അതിന്റെ അലകും പിടിയുമെല്ലാം വേർപെടുത്തി വേറൊരു ദീനാക്കി അവതരിപ്പിച്ച ആളുകളാണിവർ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ അത്തരം ആളുകളെ നോക്കിക്കൊണ്ട് പറയും, സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി. എന്റെ കാലശേഷം ഞാൻ പഠിപ്പിച്ച അല്ലാഹ് ഇറക്കിയ പരിശുദ്ധ ഇസ്ലാമിനെ വികൃതമാക്കിയ ആളുകളെ നിങ്ങൾ ദൂരെ പോയി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി അകറ്റുമെന്ന്. പരിശുദ്ധ ഇസ്ലാമിന്റെ രൂപത്തെയും അധ്യാപനങ്ങളെയും മാറ്റുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈർഷ്യത, വെറുപ്പ്, വിദ്വേഷം ആ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മഹ്ശറയിൽ ഹൗദുൽ കൗസറിൽ നിന്ന് പ്രവാചകന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ ദീൻ അല്പമൊന്ന് അധ്വാനിച്ച് പഠിച്ചു മനസ്സിലാക്കി ശരി തെറ്റുകൾ ഏത് എന്ന് മനസ്സിലാക്കി ശരിയുടെ കൂടെ നിൽക്കുവാനുള്ള ആർജവം കാണിക്കണം എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനാൽ സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ ബിദ്അത്തുകൾ കടന്നു വരുന്നത് വളരെയധികം സൂക്ഷിക്കുകയും പുത്തനാചാരങ്ങൾ ദീനിൽ കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തത് അവരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ പിന്നെ എവിടെ നിന്നാണ്, ആരാണ് ഈ ജന്മദിനാഘോഷം, നബിദിനാഘോഷം എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയത്, കടന്നു വന്നത്? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഹാഫിദ് അൽ മഖരീസി റഹ്മത്തുള്ളാഹി അലൈഹി അത് കൃത്യമായി അദ്ദേഹത്തിന്റെ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. സത്യത്തിൽ ഫാത്തിമിയാക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഉബൈദിയാക്കൾ, ഷിയാക്കളിലെ പ്രബലമായൊരു വിഭാഗം, ഈജിപ്ത് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭരണവിരുദ്ധമായ വികാരങ്ങളെ തിരിച്ചുവിടാൻ ഇന്നും പല ഭരണാധികാരികളും കാണിക്കുന്നത് പോലെയുള്ള ചീഞ്ഞു നാറിയ ചില പൊളിറ്റിക്സ്, അതായിരുന്നു വാസ്തവത്തിൽ നബിദിന ആഘോഷത്തിന്റെ തുടക്കമെന്ന് ഇമാം മഖരീസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റ് മതക്കാരിൽ നിന്ന് പകർത്തിയെടുത്ത് ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കൊക്കെ പരിചിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ്, അദ്ദേഹം പറയുകയാണ്, അൽ മുഅർരിഖ് അൽ മുഹദ്ദിസ്, അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതനാണ്, അതേപോലെ ഹദീസിൽ നല്ല പാണ്ഡിത്യമുള്ള ഹദീസ് പണ്ഡിതനുമാണ്. അദ്ദേഹം പറയുന്നു, ഫാത്തിമിയാക്കൾ എന്ന് പറയപ്പെടുന്ന ഉബൈദിയാക്കളെ സംബന്ധിച്ച് അൽഹറു ലിന്നാസി അന്നഹും വഖദു ശുറഫാ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണ് എന്ന വ്യാജമായ ഒരു അവകാശവാദം അവർ ആളുകൾക്കിടയിൽ മുന്നോട്ട് വെച്ചു. എന്നിട്ട് ഫാത്തിമിയൂൻ ഫമല്ലകുൽ ബിലാദ വഖഹറു അൽ ഇബാദ്, നാടൊക്കെ അടക്കി ഭരിക്കുവാനും ആളുകളെ അടിച്ചമർത്തുവാനും ഒക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് അവരങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇടയിലുണ്ടായിരുന്ന പല ദോഷങ്ങളെയും മറച്ചുവെച്ച് ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ മതത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ഞങ്ങൾ പ്രവാചക കുടുംബത്തെയും പ്രവാചകനെയും സ്നേഹിക്കുന്ന ആളുകളാണ്, അഹ്ലുബൈത്തിന്റെ ആളുകളാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തങ്ങന്മാരാണ് എന്ന രീതിയിൽ അവർ വരുത്തിക്കൂട്ടുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്ത കാര്യം ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി അർ-റൗളത്തൈൻ ഫി അഖ്ബാരി ദൗലത്തൈൻ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു വരുന്നത്, ജൂതന്മാരിൽ നിന്ന്, മജൂസികളിൽ നിന്ന്, മറ്റു മതത്തിന്റെ ആളുകളിൽ നിന്നൊക്കെ ആചാരങ്ങളും ആശയങ്ങളും സ്വീകരിച്ച് ആ ഒരു ആശയം പതിയെ മതത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് കടത്തിക്കൂട്ടിയ സംഗതിയാണ് എന്ന്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയോ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കുകയും ചെയ്ത സ്വഹാബത്ത് ആചരിക്കുകയോ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബിയങ്ങൾ പഠിപ്പിക്കുകയോ അവരെയൊക്കെ അംഗീകരിക്കുന്ന 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ എവിടെയും ഒരു വരി പോലും ഇങ്ങനെ ഒരു ആഘോഷത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ പ്രവാചകനെ സ്നേഹിച്ച ആളുകൾ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് പ്രവാചകനോടൊപ്പം സ്വർഗം പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട സുന്നത്തിന്റെ വഴി പ്രവാചക സ്നേഹത്തിന്റെ വിഷയത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതല്ലാതെ
വികാരവും ആവേശവും കാണിച്ചുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ ഒരു കാപട്യം നിറഞ്ഞ കപടമുഖത്തെ അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. സത്യം സത്യമായി ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിക്കുവാനും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമായിട്ടുള്ള ഒരു പ്രവാചക സ്നേഹവും നബിദിന ആഘോഷവും ഇസ്ലാമിൽ ഉണ്ടായിരുന്നില്ല, ഷിയാക്കളുടെ പുതുനിർമ്മിതിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില സംഗതികൾ കൂടിയുണ്ട്. നബിദിനത്തിന്റെ പേരിൽ നടക്കുന്ന മതവിരുദ്ധ കാര്യങ്ങൾ അതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് മനസ്സുകൊണ്ട് പോലും അതിനെ അംഗീകരിക്കുവാനോ കൂടെ നിൽക്കുവാനോ സാധിക്കുകയില്ല. കാരണം അള്ളാഹു അല്ലാത്തവരുള്ള തേട്ടങ്ങൾ, മഹാന്മാരായ പല വ്യക്തികളുടെയും പേരിൽ അതിരുകവിഞ്ഞു പോകുന്ന ഇസ്ലാം ശക്തമായി വിലക്കിയ കാര്യങ്ങൾ അവർ ഭക്തി പുരസ്സരം പാടിക്കൊണ്ടിരിക്കുന്ന ആലപിക്കുന്ന മാലകളിലും മൗലൂദുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. മൻകൂസ് മൗലൂദ് അതിലൊരു ഉദാഹരണം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന പല വരികളിലും പ്രവാചകനെ അള്ളാഹു നിർത്തിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന ആ പരിധിയും വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത തരത്തിലേക്ക് പാടിപ്പുകഴ്ത്തുന്ന വരികൾ കാണുവാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, പാപങ്ങൾ കയ്യും കണക്കുമില്ലാത്ത തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പ്രവാചകരെ. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, അതിൽ ഞാൻ അങ്ങയോട് അന്യായം ബോധിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നിങ്ങൾ ഏത് തെറ്റുകൾ ചെയ്യുമ്പോഴും അതിൽ മനസ്താപമുണ്ടായി പശ്ചാത്തപിച്ച് പടച്ച റബ്ബിനോട് ഏറ്റു പറയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാറിന് വേണ്ടി നടത്തുന്ന ഒരു രീതി സ്വഹാബത്തിന് പരിചയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ പഠിപ്പിച്ച ചരിത്രം, ഇന്നമാ അഷ്കൂ ബത്സി വഹുസ്നി ഇലല്ലാഹ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വേർപാടിൽ മക്കൾ നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ സൂറത്ത് യൂസുഫിൽ ഖുർആൻ പറയുന്നത്, എന്റെ എല്ലാ സങ്കടങ്ങളും, എന്റെ വയവലാദികളും ആവലാദികളും എന്റെ റബ്ബിനോട് ഞാൻ പറയുന്നു എന്നാണ്. അതിൽ നിന്ന് വിരുദ്ധമായി പ്രവാചകനോട് വിളിച്ച് അന്യായം പറയുന്ന, സങ്കടം പറയുന്ന, പാപങ്ങൾ ചെയ്തു പോയതിന്റെ ഖേദപ്രകടനം പ്രവാചകനോട് ഏറ്റുപറയുന്ന ഒരു രീതി ഇസ്ലാമികമായി ശരിയുള്ള സംഗതിയല്ല. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രൈസ്തവർ പാടിപ്പുകഴ്ത്തി പരിധി വിട്ടുപോയതുപോലെ നിങ്ങൾ ഒരിക്കലും അമിതമായി എന്നെ പാടിപ്പുകഴ്ത്തരുത്, അതെനിക്കിഷ്ടമല്ല. എന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞോളൂ, അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത എത്രയോ രംഗങ്ങളുണ്ട്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അതിനെ ധിക്കരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടിപ്പുകഴ്ത്തുന്ന, അല്ലാഹ് അല്ലാത്ത മറ്റു പലരെയും വിളിച്ചു തേടുന്ന വരികളും പദ്യങ്ങളുമാണ് ആ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇസ്ലാം വിലക്കിയതാണ് വഴിയിൽ തടസ്സമുണ്ടാക്കുക എന്നത്. മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന വഴിയിൽ തടസ്സമുണ്ടാക്കുക എന്നത് ദീൻ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്. ഇമാത്തത്തുൽ അദാ അനിത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നത് ഈമാനിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എത്രയോ അതിന്റെ പ്രയാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാരും അതേപോലെ മതരംഗത്ത് ഇത്തരം ആളുകളും ഒക്കെ ചെയ്തു കൂട്ടുന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. അതേപോലെ ശബ്ദ മലിനീകരണം, പള്ളികളിലും വഴികളിലുമൊക്കെ വലിയ ശബ്ദത്തിൽ ഉച്ചഭാഷണികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് പരീക്ഷയായിരുന്നു. അതേപോലെ തന്നെ പല വീടുകളിലും രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പള്ളികളിൽ ഏറ്റവും വലിയ മൈക്രോഫോണുകൾ അല്ലെങ്കിൽ കോളാമ്പികൾ വെച്ച് ശബ്ദം മലിനമാക്കുമ്പോൾ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നതിന് എതിരെ പോലും
പെറ്റീഷനും ഹർജിയും ഒക്കെയായി നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ ഇസ്ലാമിക വിരുദ്ധമായ അത്തരം ചെയ്തികളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച വേറൊരു ഇസ്ലാമാണ്, ഇവരൊക്കെ കൊണ്ടു നടക്കുന്നത് വേറെ ഏതോ മതമാണ് എന്ന് പറയേണ്ടി വരുന്ന കോലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചുരുക്കത്തിൽ പാരന്റ്സ് ഡേയിൽ അഥവാ മാതാപിതാക്കളുടെ മഹത്വം പറഞ്ഞുകൊണ്ടൊരു ദിവസം പ്രഖ്യാപിക്കുകയും ആ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് വലിയ പോസ്റ്റുകളും അതേപോലെ തന്നെ വയസ്സായ മാതാപിതാക്കളുടെ അടുക്കൽ ചെന്ന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിക്കാത്ത, ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാത്ത ആ മക്കളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഇവന് വല്ലാതെ മാതാപിതാക്കളോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ അടക്കം പറയില്ലേ? ഇതുപോലെയാണ് വാസ്തവത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ പെരുമ്പറയടിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ അധ്യാപനങ്ങൾ, സുന്നത്തുകൾ എട്ടയലക്കത്ത് പോലും വരാതെ ഞങ്ങൾ വലിയ പ്രവാചക സ്നേഹികളാണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കമന്റാണ് ഓർമ്മ വരുന്നത്. പാരന്റ്സ് ഡേയിൽ മാതാപിതാക്കൾ സംരക്ഷിക്കേണ്ടതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മാതാപിതാക്കളുടെ കണ്ണീരൊപ്പുന്ന, അവരുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അറമാന്തിക്കുന്ന, ആഘോഷിക്കുന്ന ആളുകൾ, അതിന് സമാനമാണ് പ്രവാചക സ്നേഹം പറഞ്ഞുകൊണ്ട് അറമാന്തിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചതാണ്. പറയൂ പ്രവാചകരെ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, ഞാൻ പഠിപ്പിച്ച ചര്യകൾ നിങ്ങൾ അനുധാവനം ചെയ്യണം. എങ്കിൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും, അള്ളാഹ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. സുന്നത്ത് അങ്ങനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ടാണ് യഥാർത്ഥ സുന്നികളാകേണ്ടത്. അതേപോലെ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം ഏതാണ്, ദിവസം ഏതാണ് എന്നതിലൊക്കെ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദമായി പറഞ്ഞത്. എന്നാൽ ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് അത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്ന കാര്യം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന്. ആ ദുരന്തത്തെ ആഘോഷിക്കാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെ സാധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അസ്വാബ അഹദകും മുസീബ, നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല ദുരന്തങ്ങളും ആപത്തുകളും ബാധിച്ചാൽ ഫൽയദ്കുർ മുസീബതഹു ബി, അയാൾക്ക് ബാധിച്ച ദുരന്തത്തെ ഞാനാകുന്ന, എന്റെ വിയോഗമാകുന്ന ആ ദുരന്തവുമായി തട്ടിച്ചു നോക്കി അവർ ആശ്വസിച്ചു കൊള്ളട്ടെ. ഫഇന്നഹാ മിൻ അഅ്ദമിൽ മസായിബ്, മുസീബത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗുരുതരമായ മുസീബത്ത്, സ്വഹാബികൾക്ക് ഏറ്റവും അസഹ്യമായ ഒരു ദുരന്തമായി ഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായിരുന്നു, വിയോഗമായിരുന്നു. അഥവാ മദീന മൂകമായ ഇരുട്ടിലായ ദിവസം, സ്വഹാബികൾ എല്ലാവരും തേങ്ങിക്കരഞ്ഞ ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസം. ഇനി വാനലോകത്ത് നിന്ന് വഹയിറങ്ങുകയില്ലല്ലോ എന്നോർത്തുകൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, പ്രവാചകൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച, അതുകൊണ്ട് സുന്നത്ത് നോമ്പെടുക്കണം എന്ന് പറയുമ്പോൾ ഈ റബീഉൽ അവ്വൽ 12 വരുന്നത് തിങ്കളാഴ്ചയാകുമ്പോൾ എത്ര ആളുകൾ സുന്നത്തനുസരിച്ച് നോമ്പെടുക്കാനുണ്ടാകും? മറിച്ച് ബിദ്അത്തിന്റെ ആചാരങ്ങളും ആഘോഷങ്ങളും പറഞ്ഞുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന വ്യാജേന നാട്ടിൽ റോട്ടിൽ തുള്ളിച്ചാടുവാൻ എത്ര ആളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ യഥാർത്ഥ പ്രവാചക സ്നേഹത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. വികാരങ്ങൾക്കപ്പുറം ആത്മാർത്ഥതയുടെ ദീൻ പഠിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സഹോദരങ്ങളെ, ഒരു ദുഃഖകരമായ സംഭവം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഞായറാഴ്ചയും ഒരു അപകട മരണമുണ്ടായിരുന്നു. വളരെ അടുത്ത ഒരു സ്നേഹിതൻ, കണ്ണൂരുള്ള മൊയ്തീൻ കുഞ്ഞ് സാഹിബ്, അദ്ദേഹം ഒരു ദീനി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ച് അദ്ദേഹം അവിടെ തന്നെ മരണപ്പെട്ടു പോയ ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ 5 മക്കളും ദീനും ദഅവത്തുമായി ഏറെ അടുത്തു നിൽക്കുന്ന ആളുകളാണ്. ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രദ്ധിച്ച ആ പിതാവ് ഇന്ന് ഖബറിലാണ് എങ്കിലും അദ്ദേഹത്തിന്റെ മക്കൾ, അവർ പ്രതീക്ഷയും അതേപോലെ തന്നെ നന്മയുമുള്ള മക്കളായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ സഹോദരന്
മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വേർപാടിൽ വ്യസനിക്കുന്ന സങ്കടപ്പെടുന്ന ഭാര്യക്കും മക്കൾക്കുമൊക്കെ സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായ അർത്ഥത്തിൽ സ്നേഹിക്കുവാനും അറിയുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد.